ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിലെ ഹെവി സെൽ ഓഫ് നമ്മുടെ മാർക്കറ്റിലല്ല, ഗ്ലോബൽ മാർക്കറ്റ്സിനകത്ത് ഹെവി സെൽ ഓഫ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ഒരു IT കമ്പനി അവരുടെ AI മോഡൽ പുറത്തിറക്കി. അപ്പോൾ ആ ഒരു AI മോഡൽ സർവീസസ് കമ്പനികൾക്ക് ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് ബാക്കിയുള്ള സർവീസസ് കമ്പനികളുടെ ജോബിനെ ഏറ്റെടുക്കാനുള്ള സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം ഹെവി സെല്ലിംഗ് പ്രഷർ IT കമ്പനികളിൽ US IT കമ്പനികളിൽ ഒരു സെൽ ഓഫ് നടന്നു. ആ ഒരു സെൽ ഓഫ് പിന്നീട് ഇന്നത്തെ ആ ഒരു ട്രേഡിംഗ് സെഷൻ കണ്ടിന്യൂ ചെയ്തു പോയ ആ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് സെഷനുള്ളിൽ അത് മറ്റ് കമ്പനികളിലേക്ക് വ്യാപിക്കുന്നത് കൂടെ കണ്ടു. സർവീസസ് കമ്പനികൾ മാത്രമല്ലാണ്ട് സാധാരണ നോർമൽ കമ്പനീസിലും അത് ബാധിക്കുന്നത് കണ്ടു. അത് കാരണം മാർക്കറ്റ് US മാർക്കറ്റ് ഡൗണാണ്. യൂറോപ്യൻ മാർക്കറ്റ്സും ഏഷ്യൻ മാർക്കറ്റ്സും ഒക്കെ ഡൗണാണ്. ഇതിനിടയിൽ ഇറാനുമായിട്ടൊരു എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞൊരു പടക്കപ്പൽ അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഇറാൻ്റെ അടുത്തായിട്ട്. അപ്പോൾ അതൊരു ഗ്ലോബൽ ടെൻഷൻ വരുന്നുണ്ട്. അതിൻ്റെ മേളിൽ ഡ്രോൺ വിട്ട് ഇറാൻ അതിൻ്റെ ഒരു ഗ്ലോബൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ കാരണം മൊത്തം ഗ്ലോബൽ ഡേറ്റ നെഗറ്റീവാണ്. നമ്മുടെ മാർക്കറ്റിൽ നോക്കിയാൽ നമ്മൾ വളരെ കാമായിട്ട് സൈഡ് വേസ് പൊക്കോണ്ടിരുന്ന സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. പക്ഷേ അതൊരു വലിയൊരു നെഗറ്റിവിറ്റി അല്ലായിരുന്നു. മാർക്കറ്റ് 25,500 600-നും 800-ൻ്റെ ഇടയിൽ ഒരു സ്ലൈഡിങ് മാർക്കറ്റായിരുന്നു. മാർക്കറ്റിനിടയിൽ കയറി വീണ്ടും വന്നു, കയറാൻ ശ്രമിച്ചു. 800-ൽ കറക്റ്റായിട്ട് റെസിസ്റ്റൻസ് വന്നു, തിരിച്ച് വീണ്ടും വന്നു. 600-800 എന്നുള്ള ലെവലിൽ ഇപ്പോൾ ഈ നിന്ന സിറ്റുവേഷനിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്ന കുറച്ച് മേളിലായിരുന്നെങ്കിൽ വീണ്ടും 800-880 വരേണ്ട ഒരു സിറ്റുവേഷനായിരുന്നു. മാർക്കറ്റ് ഇന്നൊരു സ്ലൈറ്റ് ആയിട്ടുള്ള ഗ്യാപ്പ് ഡൗണിലാണ് സാധ്യത കാണിക്കുന്നത്. സോ അപ്പോൾ അടുത്ത ഗ്യാപ്പ് ഡൗൺ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഏതാണ്ട് ഇവിടെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയ റേഞ്ചിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇതൊരു സ്ലൈഡിങ് മാർക്കറ്റായിട്ട് വരികയും ഇതിൻ്റെ ഒരു സപ്പോർട്ടിൽ ഹിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25,440, 25,350 അല്ല 240 ആണ് അതിൻ്റെ അടുത്ത ലെവൽ എന്ന് പറയുന്നത്. 240 to 100 ലെവലാണ് അടുത്ത നെഗറ്റീവ് ഏരിയ എന്ന് പറയുന്നത്. 25,000-ൻ്റെ മേളിൽ മാർക്കറ്റ് നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ലതായിട്ടാണ്. അപ്പോൾ ഇടയ്ക്ക് ഉണ്ടായിരുന്ന ആ ഒരു വലിയൊരു ഭീകരമായിട്ടുള്ളൊരു ഗ്യാപ്പ് അപ്പ് US മാർക്കറ്റുമായിട്ട് US ടാരിഫ് അഗ്രിമെൻറ്റുമായിട്ട് വന്ന ആ ഒരു വലിയൊരു ഗ്യാപ്പ് അപ്പ് സ്ലോലി കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ടായിപ്പോയി. അപ്പോൾ അത് ടെക്നിക്കൽ അനാലിസിസ് കാരണം മാർക്കറ്റിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ താഴെ വന്നതല്ല, മാർക്കറ്റിൽ അത്രത്തോളം പ്രശ്നങ്ങൾ പെട്ടെന്ന് രൂപീകരിക്കുകയും അത് കാരണം മാർക്കറ്റിൽ പ്രൈസ് താഴെ വരേണ്ട, കറക്ഷൻ വരേണ്ട സിറ്റുവേഷൻ കാരണം അത് താഴെ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ വാച്ച് ചെയ്യുക. മേളിലേക്കാണ് എന്നുണ്ടെങ്കിൽ ഒരു 720, ഒരു 680 അബോ ഓർ 720 to 800, 880 ഈ ഒരു ലെവൽ ഒരു ട്രേഡ് അവിടെ കിടപ്പുണ്ട്. 880ക്ക് മേളിൽ കയറിയാൽ 26,000 വരെ ഉണ്ട്. സോ ഈ 26,000-ൻ്റെ മേളിൽ കയറിയാൽ മാത്രമേ നമുക്ക് ഒരു ബുള്ളിഷ് ഒരു മൊമെൻറ്റത്തിലേക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ പേഴ്സണൽ ബുള്ളിഷ് ഏരിയ എന്ന് പറയുന്നത് 26,100-ന് മേളിലാണ്. സോ അതിൽ ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടേ ഞാൻ ഇനി പുതിയ സ്വിംഗ് പൊസിഷൻ എടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ കാൽക്കുലേഷൻ. അടുത്ത് നിഫ്റ്റിയുടെ അനാലിസിസ് ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്തത് ക്രൂഡ് ഓയിലിൻ്റെ അനാലിസിസ് നോക്കിയാൽ ക്രൂഡ് ഓയിലും ഒരു നെഗറ്റീവ് ഒരു ടച്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഐ പേഴ്സണൽ ഫീൽ മാർക്കറ്റ് ക്രൂഡ് ഓയിൽ വില കൂടാനുള്ള സാധ്യതകൾ ഉണ്ട്. ചാർട്ടിൽ വന്നിട്ടില്ല, ചാർട്ടിൽ വരട്ടെ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഈ ലെവൽസ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പ്രൈസിന് മേളിൽ അറ്റ്ലീസ്റ്റ് 5,764-ൻ്റെ മേളിലോ ഒരു ചെറിയൊരു ട്രേഡ് ഉള്ളൂ. അപ്പോൾ 5,800-ന് മേളിൽ ഒരു നല്ലൊരു ട്രേഡ് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് പോയാൽ, ഈ ഒരു ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് കയറിപ്പോയാൽ ഒരു ട്രേഡിന് സാധ്യതയുണ്ട്. 5,864 റേഞ്ച് വരെ ടാർജറ്റ് ഉണ്ട്. അതിനുശേഷം മാർക്കറ്റ് പോകുന്ന ഒരു ഡയറക്ഷൻ കണ്ടുപിടിക്കുക, അതിനനുസരിച്ചിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. താഴേക്കാണെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത 2-3 ടാർജറ്റ്സ് ഞാൻ അവിടെ വരച്ചിട്ടിട്ടുണ്ട്. സോ ഈ
ലെവൽസ് ആയിരിക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സോ ഇതൊരു ഇൻവേർട്ടഡ് കപ്പ് ആൻഡ് ഹാൻഡിലായിട്ട് വന്നിട്ട് ഇത് താഴേക്ക് സ്ലൈഡ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട്. സോ ഇത് ഒരു തൽക്കാലം ഇതൊരു സപ്പോർട്ടായിട്ടും ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ടും വർക്ക് ചെയ്യുക. സോ ഇതിനനുസരിച്ചിട്ട് എന്താണോ നിങ്ങൾക്ക് ആ സമയത്ത് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രേഡ് വാച്ച് ചെയ്യുക. ഓക്കെ, നാച്ചുറൽ ഗ്യാസ് നോക്കിയാൽ നാച്ചുറൽ ഗ്യാസ് ഒരു വലിയൊരു ഫോളിന് ശേഷം സ്ലോലി കയറി വരുന്നുണ്ട്. സോ ഒരു 324 മേളിൽ മാത്രമേ അതിന് ട്രേഡ് കാണുന്നുള്ളൂ. 328 മേളിൽ അതിനൊരു അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. 340 344 എൻ്റെ ടാർഗറ്റ്സ് എന്ന് പറയുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 308 താഴേക്ക് അതിന് താഴേക്കൊരു വീക്ക്നെസ് ഉണ്ട് 296 റേഞ്ചിലേക്ക്. സോ ഈ ഒരു സിറ്റുവേഷനായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുക. സോ ഇത്രയേ ഉള്ളൂ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ മൺഡേ നമുക്ക് നോക്കാം മാർക്കറ്റ് ഇന്ന് എന്ത് സിറ്റുവേഷൻ എന്നുള്ളതിനനുസരിച്ചിട്ട് മൺഡേ നമുക്ക് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. പുതിയ പൊസിഷൻ എടുക്കുന്നതേ ഇല്ല, കയറട്ടെ, മാർക്കറ്റ് കയറിയിട്ട് നമുക്കതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ്. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.